8 ഫ്രം എ റെയിൽവേ കാരേജ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പോം കോംപ്രഹെൻഷൻ അല്ലേ. അപ്പൊ പോത്തിന്റെ കുറച്ച് ലൈൻസ് നമുക്ക് തരും, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. അപ്പൊ മിസ് കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതെന്ന്. ഇതുപോലെ നമുക്ക് പോം തരും, എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ 6 to 9 ആണ് എപ്പോഴും ഇത് ചോദിക്കാറുള്ളത്. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. ഓക്കെ, അപ്പൊ ഈ ഒരു പോയത്തിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു പോയത്തിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലെ പോയറ്റിക് ഡിവൈസുകളൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയറ്റിക് ഡിവൈസ് എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ റൈമിംഗ് വേർഡ്സും റൈം സ്കീമും ചോദിക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഇതുപോലെ പോം കോംപ്രഹെൻഷൻ തരുമ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ടാവാറുണ്ട്, റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മിസ്സിന് അറിയാം എന്താണ് ഈ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, റൈമിംഗ് വേർഡ്സ് എന്ന് പറയാ. ഫോർ എക്സാമ്പിൾ ക്യാറ്റ്, മാറ്റ്, എന്താണ് പ്രത്യേകത, രണ്ടും ഒരേ സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത് അല്ലെ. ഇനിയിപ്പോ അടുത്തത് നോക്കിക്കേ, സൂൺ, മൂൺ എന്ന് പറയുകയാണെങ്കിൽ എന്താ, രണ്ടും ഒരേ സൗണ്ടിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത് അല്ലെ. ഇതുപോലെ ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണടാ നമ്മൾ എന്ത് പറയാ, റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഇനി റൈം സ്കീം എന്താ, റൈമിംഗ് വേർഡ്സ് പറഞ്ഞു വേർഡ്സ് ദാറ്റ് എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. റൈം സ്കീം എന്ന് പറഞ്ഞാൽ ഒരേ സൗണ്ട് എൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരേ ആൽഫബറ്റിക് ലെറ്റേഴ്സ് കൊടുക്കും. ഇപ്പോൾ ക്യാറ്റും മാറ്റും ഒരേ റൈം ആണ് അല്ലെ, റൈം ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പൊ ഇനി രണ്ടും നമുക്ക് എന്ത് കൊടുക്കാം, എ എന്ന് കൊടുക്കാം. സൂണും മൂണും ആണെങ്കിലോ ഇത് രണ്ടും ആയിട്ട് റൈം ചെയ്യുന്നില്ല, കാറ്റും മാറ്റും ഒന്നായിട്ട് റൈം ചെയ്യില്ലല്ലോ, പക്ഷെ ഇവർ രണ്ടും പരസ്പരം റൈം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ആൽഫബറ്റിക് ലെറ്റർ കൊടുക്കാം, ബി എന്ന് കൊടുക്കുക. ഇതെയാണ് നമ്മൾ എന്ത് പറയാ, റൈം സ്കീം മാർക്ക് ചെയ്യുക എന്ന് പറയാം. ഇപ്പൊ ഒരു പോയത്തിലെ ഏറ്റവും ലാസ്റ്റ് ഉള്ള വേർഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റൈം സ്കീം മാർക്ക് ചെയ്യുക. ആൻഡ് ഓരോ സ്റ്റാൻസ വൈസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. സോ റൈം സ്കീം എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ പാറ്റേൺ ഓഫ് റൈമിംഗ് വേർഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ലൈൻസിന്. ഒരു പോയത്തിലെ അവസാന ലൈനിൽ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ആ വേർഡ്സ് ഒരേപോലെ റൈം ചെയ്യുന്ന വേർഡ്സിന് വെച്ചിട്ടുള്ള ഒരു പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയാ, റൈം സ്കീം. ആൻഡ് വി യൂസ് ലെറ്റർ ടു ഷോ വിച്ച് ലൈൻസ് റൈം. ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്, ആൽഫബറ്റിക് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റൈമിംഗ് സ്കീം മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയത്തിന്റെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ ഇവിടെ ഉണ്ട്, ആ ഒരു സ്റ്റാൻസയുടെ റൈം സ്കീം നമുക്ക് മാർക്ക് ചെയ്താലോ. ആദ്യം നമുക്ക് റൈമിംഗ് വേർഡ്സിനെ കണ്ടുപിടിക്കാം അല്ലെ. വിച്ചസ് ആൻഡ് ഡിച്ചസ് എന്താണ്, റൈമിംഗ് വേർഡ്സ് ആണ് അല്ലെ, ഒരേപോലെ റൈം ചെയ്യുന്ന ആളല്ലേ, ഒരേപോലെ റൈം ചെയ്യുന്ന ആളാണ്, എന്നുള്ള സൗണ്ടിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് ലൈൻ ആണ്, all of the sides. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കിക്കേ, കാറ്റിൽ അല്ലെങ്കിൽ ബാറ്റിൽ അല്ലെ, കാറ്റിൽ ബാറ്റിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപോലെ റൈം ചെയ്യുന്നില്ലേ. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം, റൈമിംഗ് വേർഡ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത കളറിൽ നമുക്ക് മാർക്ക് ചെയ്യാം, പ്ലെയിൻ റെയിൻ. എന്നുള്ള സൗണ്ടിലല്ലേ നമ്മൾ എൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യാം, റൈമിംഗ് വേർഡ്സ് ആയിട്ട്, ഒരു പെയർ റൈമിംഗ് വേർഡ്സ് ആയിട്ട് പറയാം. ഐ ബൈ എന്താണ്, ഒരേ സൗണ്ടിലല്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരേ കളർ വെച്ചൊക്കെ എന്താണ്, റൈമിംഗ് വേർഡ്സ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ റൈം സ്കീം മാർക്ക് ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ വിച്ചസിന് നമ്മൾ എ എന്ന് കൊടുക്കാണ്. അപ്പൊ ഡിച്ചസിന് നമുക്ക് എന്ത് ചെയ്യാം, എന്താ കൊടുക്കുക, എ തന്നെയാണല്ലേ കൊടുക്കുക, കാരണം അത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റൈം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ബാറ്റിലിന് എന്താ കൊടുക്കുക, ബാറ്റിലിന് എ എന്ന് തന്നെ കൊടുക്കാൻ പറ്റുമോ, കാരണം വിച്ചസും ഡിച്ചസും ആയിട്ട് റൈം ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് ബി എന്ന് കൊടുക്കാം അല്ലെ, ബാറ്റിൽ. ആൻഡ് കാറ്റിലിന് എന്ത് കൊടുക്കാം, ഒരേപോലെ റൈം ചെയ്യുന്നുണ്ട്, ബി എന്ന് തന്നെ കൊടുക്കാം. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് പ്ലെയിൻ എന്ത് കൊടുക്കാം, പ്ലെയിൻ വിച്ചസ് ഡിച്ചസ് ബാറ്റിൽ കാറ്റിൽ ഏതെങ്കിലും ആയിട്ട് റൈം ചെയ്യുന്നുണ്ടോ, ഇല്ല, വേറെ തന്നെ വേർഡ് ആണ് അല്ലെ. അപ്പൊ സി എന്ന് കൊടുക്കാം. റെയിനും പ്ലെയിനും എന്ത് ചെയ്യുന്നുണ്ട്, റൈം ചെയ്യുന്നുണ്ട്, അപ്പൊ സി എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത നോക്കിക്കേ, ഐ ബൈ ഇവർക്ക് എന്ത് കൊടുക്കാം, ഡി എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു പോയത്തിന്റെ റൈം സ്കീം എന്താ, എ എ പി ബി സി സി ഡി ഡി എന്നുള്ളതാണ് ഈ ഒരു പോയത്തിന്റെ റൈം സ്കീം, ഈ ഒരു സ്റ്റാൻസയുടെ റൈം സ്കീം. റെഡി ആണല്ലോ, ക്ലിയർ അല്ലേ. ഇനി അതുപോലെ ഈ ഒരു സ്റ്റാൻസയുടെ റൈം സ്കീം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, എന്തായാലും സിമ്പിൾ ആണ് അല്ലെ. സ്ക്രാമ്പിൾസും ബ്രാമ്പിൾസും റൈം ചെയ്യുന്നുണ്ട്, എ എന്ന് കൊടുക്കാം. ഗെയ്സസും ഡെയ്സീസും റൈം ചെയ്യുന്നുണ്ട്, ബി എന്ന് കൊടുക്കാം. റോഡും ലോഡും റൈം ചെയ്യുന്നുണ്ട്, സി എന്ന് കൊടുക്കാം. റിവറും ഫോർ എവറും റൈം ചെയ്യുന്നുണ്ട്, ഡി എന്ന് കൊടുക്കാം. അപ്പൊ ഈ ഒരു സ്റ്റാൻസയുടെ റൈം സ്കീം എന്ത് തന്നെയാ, എ ബി ബി സി സി ഡി തന്നെയാണ്. വളരെ സിമ്പിൾ അല്ലേ.
ഓക്കെ, അപ്പൊ നമ്മൾ റൈമിംഗ് വേർഡ്സും റൈം സ്കീമും സെറ്റ് ആക്കി. ഇനി അടുത്ത ആളാണ് സിമിലി. ഓക്കെ, അപ്പോൾ സിമിലിക്ക് മാച്ച് ആയിട്ട് മിസ് പണ്ട് ഈ സിമിലിനെ സ്മൈൽ എന്നൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഫസ്റ്റ് സിമിലി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുമ്പോൾ സ്മൈൽ എന്ന് എഴുതി വെക്കും. ആ ഒരു ഐ ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും മറന്നു, എന്നിട്ട് മിസ്സിന് തെറ്റി പോകാറുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇപ്പോഴാണ് സിമിലി ഇപ്പൊ സെറ്റ് ആണ് അല്ലെ. എന്താണ് ഈ ഒരു സിമിലി എന്ന് പറയുന്നത്? ഇപ്പൊ കണ്ടോ, നിങ്ങൾ വിചാരിക്കും എന്താ മിസ്സിന്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതെന്ന്. ഹെർ സ്മൈൽ വാസ് ലൈക്ക് സൺഷൈൻ. അവളുടെ ചിരി കാണാൻ എന്താണ്, സൂര്യ വെളിച്ചം പോലെ, സൺഷൈൻ പോലെയാണ്. ഇവിടെ എന്റെ ചിരി കേട്ടോ. അപ്പൊ മെസ്സിന്റെ ചിരിനെ സൂര്യന്റെ വെളിച്ചം പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു കാര്യത്തിനെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇവിടെ എന്ത് വേർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യത്തെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, സിമിലി എന്ന് പറയാ. അപ്പൊ എന്റെ ചിരി കാണാൻ എന്തുപോലെയുണ്ട്, യെസ്, അവളുടെ ചിരി കാണാൻ സൺഷൈന് പോലെയുണ്ട്. വിത്ത് യൂസിങ് ലൈക്ക് അല്ലെങ്കിൽ ആസ് നമ്മൾ കമ്പയർ ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് സിമിലി. സോ എ വേ ടു ഡിസ്ക്രൈബ് സംതിങ് ബൈ കമ്പയറിംഗ് ഇറ്റ് ടു സംതിങ് എൽസ് യൂസിങ് ദ വേർഡ് ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യത്തെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുക. റെഡി അല്ലേ? ഈ പോയത്തിലെ 2 സിമിലീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ അല്ലേ, ബാറ്റിൽ ഫീൽഡിലുള്ള യുദ്ധക്കളത്തിലുള്ള പട്ടാളക്കാര് എങ്ങനെയാണോ ചാർജ് ചെയ്യുക, ഇങ്ങനെ മാർച്ച് ചെയ്ത് പോവുക, അതുപോലെയാണ് ട്രെയിൻ മൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. സോ ട്രെയിനിന്റെ മൂവ്മെന്റിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു, ട്രെയിനിന്റെ മൂവ്മെന്റിനെ ആ ഒരു ട്രൂപ്സ് ചാർജിങ് അലോങ് ഇൻ എ ബാറ്റിൽ ഫീൽഡ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇവിടെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിമിലി എന്ന് നമുക്ക് പറയാം. ആൻഡ് ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ അല്ലേ. ഓക്കെ, ആ ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നത്, ട്രെയിനിന്റെ മൂവ്മെന്റിനെ തന്നെ ആ ഒരു സ്പീഡിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്, ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ അല്ലേ. ഡ്രൈവിംഗ് റെയിൻ എന്ന് പറയുന്ന അങ്ങനെ നന്നായിട്ട് പെയ്യുന്ന ആ ഒരു മഴ അല്ലേ, ആ മഴയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മഴത്തുള്ളികൾ ഇങ്ങനെ വേർതിരിക്കാൻ പറ്റുമോ, ഇല്ല, അതുപോലെ പറക്കാണ് ട്രെയിൻ എന്നാണ് പറയുന്നത്. സോ ആ ഒരു മഴയുമായിട്ട്, ആ മഴയുടെ അത്രയും പെരുമഴയുമായിട്ട് എന്തിനെ കമ്പയർ ചെയ്തിരിക്കുന്നു, നമ്മുടെ ട്രെയിനിന്റെ മൂവ്മെന്റിനെ കമ്പയർ ചെയ്തിരിക്കുന്നു വിത്ത് യൂസിങ് ആസ് എന്നുള്ളത്. സോ ആസ്, ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ അല്ലേ, ആസുമായിട്ട് കമ്പയർ ആസ് യൂസ് ചെയ്ത് കമ്പയർ ചെയ്തിരിക്കുന്നു. സോ ദീസ് 2 ആർ എക്സാമ്പിൾസ് ഓഫ് സിമിലി അല്ലേ. സിമിലിക്കുള്ള എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഈ ഒരു പോയത്തിൽ നിന്ന്. റെഡി? ഇനി അടുത്ത ആളാണ്, നേരത്തെ നമ്മൾ സൂര്യൻ വെച്ച് വന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ കണ്ണിൽ 2 ആപ്പിൾ കണ്ടോ, കാണുന്നില്ലേ, ഇതാ കണ്ണിൽ 2 ആപ്പിൾ. ഓക്കെ, ഈ എന്താണ്, ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പറയാം. ഹി ഈസ് ദ ആപ്പിൾ ഓഫ് മൈ ഐസ്. എൻ്റെ കണ്ണിലെ ആപ്പിൾ ആണ് അവനല്ലേ. നമ്മൾ പറയാറില്ലേ അവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമണിയാണോ, അല്ലെങ്കിൽ അവനെ പിടിച്ച കൃഷ്ണമണിന്റെ അടുത്ത് ഇരുത്തിയാണോ? അല്ല, എന്താണ്, അത്രയും വാല്യുബിൾ ആണ് അല്ലെ, എനിക്ക് അവൻ അത്രയും വാല്യുബിൾ ആണ്. അപ്പോൾ എൻ്റെ ആപ്പിൾ ആണ്, എന്താണ്, ആപ്പിൾ ഓഫ് മൈ ഐസ് ആണെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ കണ്ണിൽ 2 ആപ്പിൾ എടുത്ത് വെച്ചാണോ? അല്ല, എന്താണ്, ഹി ഈസ് ദ ആപ്പിൾ ഓഫ് മൈ ഐസ് എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. അപ്പോൾ ഒരു കാര്യത്തിനെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുക വിത്തൗട്ട് യൂസിങ് ലൈക്ക് അല്ലെങ്കിൽ ആസ്. ഡയറക്റ്റ് കമ്പാരിസണെയാണ് നമ്മൾ എന്ത് പറയാടാ, നമ്മൾ മെറ്റഫർ എന്ന് പറയാ. ഡിസ്ക്രൈബ് സംതിങ് ബൈ സേയിങ് ഇറ്റ് ഈസ് സംതിങ് എൽസ്. ഓക്കെ, ഒരു കാര്യം ഇതാണ് എന്ന് പറയാൻ അത് പറയാതെ വേറൊരു കാര്യം വെച്ച് പറയാം. റെഡി? ഡയറക്റ്റ് ആയിട്ട് വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ അവൻ അടിപൊളിയാണ് അല്ലെങ്കിൽ അവൻ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ആപ്പിൾ ആന്ന് പറഞ്ഞു. റെഡി? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, മെറ്റഫർ എന്ന് പറയാ. ഈ ഒരു പോയത്തിലെ മെറ്റഫർ ഏതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആലോചിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ് അല്ലേ. ആ ഫെയറീസിനെക്കാളും ഫാസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ വിച്ചസിനെക്കാളും ഫാസ്റ്റർ ആയിട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ട്രെയിനിന്റെ മൂവ്മെന്റിനെ ആരുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു, ഫെയറീസും വിച്ചസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ആൻഡ് ലൈക്കും ആസും ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആണ് നടന്നത് അല്ലേ. അപ്പോൾ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. അപ്പൊ ഈ ഒരു പോയത്തിലെ മെറ്റഫർ ഏതാണ്, ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ് എന്നുള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ട ആളാണ് നമ്മുടെ അലിറ്ററേഷൻ എന്നുള്ളത്. എന്താണ് ഈ അലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ രജനീകാന്ത് ഒക്കെ പറയാറുണ്ട് അല്ലെ, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആ വരും എന്നൊക്കെ. അപ്പൊ ഒരു പഞ്ച് നമുക്ക് തോന്നില്ലേ? അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ആ ഒരു ഡയലോഗിന് അത്ര പഞ്ച് എന്നുള്ളത്? പറയാം. ലേറ്റ് മലയാളത്തിൽ ഏത് വന്നാലും ലേറ്റസ്റ്റാ വരും, വരും.
ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ല എന്നുള്ള ആ ഒരു സൗണ്ട് ലേറ്റസ്റ്റ് ല എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കൊരു പഞ്ച് ഉണ്ട്, ഒരു രസമുണ്ട്, ഒരു റിതം ഉണ്ട്. അങ്ങനെ പോയത്തിന്റെ റിതം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേർഡിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ തുടക്ക ഭാഗത്ത് കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുക. കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വൊവൽ സൗണ്ട്സ് അല്ലാത്ത സൗണ്ട്സ് അല്ലെ, AIOU അല്ലാത്ത സൗണ്ട്സിനെയാണ് നമ്മൾ കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയുന്നത്. വേർഡിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ അടുത്തടുത്തുള്ള ഒരു ലൈനിൽ അതിൽ ഏതെങ്കിലുമൊക്കെ വേർഡിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആവുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് അലിട്രേഷൻ എന്നുള്ളത്. പീറ്റർ പൈപ്പർ പിക്ഡ് എ പെക്ക് ഓഫ് പിക്കിൾഡ് പെപ്പേഴ്സ്. ഓക്കെ, അവിടെ ഇവിടെ അത്ര പോലില്ലേ അല്ലേ. ഇത്രയും എന്തായിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എത്ര റിപ്പീറ്റ് ആവണം? രണ്ടോ അതിലധികമോ ഉണ്ടെങ്കിൽ എന്താണ്, 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, അത് അലിട്രേഷൻ ആണ്. ക്ലിയർ? അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ പോയത്തിൽ അലിട്രേഷന്. എവിടേക്കാ ഇത് മിസ് പറയുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട് അല്ലെ. ഹൗസസ്, ഹെഡ്ജസ്, എന്നുള്ള സൗണ്ട് ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ റിപ്പീറ്റ് ആയിട്ടുണ്ട്. റൺ അവേ, റോഡ്, സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ലംപിംഗ് ലോഡ്, സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഗ്ലിംസ്, ഗോൺ, എന്താണ്, സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ അണ്ടർലൈൻ ചെയ്യുക. എവിടെയാണോ റിപ്പീറ്റ് ആവുന്ന വേർഡ്സ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം സിമ്പിൾ ആണ്. മിസ് ബാക്കി വായിക്കാൻ പോലും നോക്കൂല. നിങ്ങൾ എന്ത് ചെയ്യും, സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് എൻ്റെ കുട്ടിക്ക് അറിയാം അല്ലേ. അവിടെ അണ്ടർലൈൻ വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ആ ഒരു അലിട്രേഷൻ വരുന്ന പാർട്ട് എന്ത് ചെയ്യാൻ മറക്കരുത്, അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. സിമ്പിൾ അല്ലേ അലിട്രേഷൻ. ആൻഡ് അസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് സിമിലിയും മെറ്റഫറും റൈമിംഗ് വേർഡ്സും ഒക്കെ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. എന്നാലും ഇനി ചോദിച്ചാലോ? അപ്പൊ നമുക്ക് ഇതും കൂടി പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ അസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവൽ സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതിനെയാണ്, എന്ന് വെച്ചാൽ AIOU സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മള് അസോണൻസ് എന്ന് പറയുന്നത്. ഈ അസോണൻസ് വരുമ്പോൾ എന്ത് നിർബന്ധമില്ല, വേർഡിന്റെ തുടക്ക ഭാഗത്ത് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദ റെയിൻ ഇൻ സ്പെയിൻ സെയിൻസ് മെയിൻലി ഇൻ ദ പ്ലെയിൻ അല്ലെ. റെയിൻ, സ്പെയിൻ, മെയിൻ, പ്ലെയിൻ, ഏയ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ടില്ലേ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആവണമെന്നില്ല, എവിടെ ആയാലും മതി. എന്താണ്, ആ ഒരു വോവൽ സൗണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് വന്നാൽ നമുക്ക് എന്ത് പറയാം, അത് അസോണൻസിന് എക്സാമ്പിൾ ആണ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഈ ഒരു പോയത്തിലുള്ള അസോണൻസിന് എക്സാമ്പിൾ ആണ്. ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ ആ സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട് അല്ലെ. ബ്രിഡ്ജസ്, ഡിച്ചസ് അല്ലെ, ഈ സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഫ്ലൈ, ഡ്രൈ, ഇത് രണ്ടും എന്താണ്, അസോണൻസിന് എക്സാമ്പിൾ ആണ്. ആസ് അല്ലെ, എ സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്, അതും അസോണൻസിന് എക്സാമ്പിൾ ആണ്. ഹിയർ ഈസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്, എ സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഹിയർ ഈസ്, ഇൻ, ഈ സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്. എലോങ്, ലോഡ്, ഓ സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, അസോണൻസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഈ പോയത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള എല്ലാ പോയറ്റിക് ഡിവൈസുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റെഡി? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ 6 to 9 ആണ് എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. അതാണ് മിസ് അതേപോലെ തന്നെ കൊടുത്തത് കേട്ടോ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ വിട്ടുകളയരുത്. ഈ 4 മാർക്ക് എന്താണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോം ഫ്രം എ റെയിൽവേ കാരേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. പോം തന്നിട്ടുണ്ട്, പോത്തിന്റെ ഫസ്റ്റ് ആൻസർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഫാസ്റ്റർ ദാൻ ഫെറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, hedges and ditches, and charging along like troops in a battle, all through the meadows, the horses and cattle, all of the sides of the hill and the plain, fly as thick as driving rain, and never again in the wink of an eye, painted stations whistle by. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആൻസർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ പോയം അബൌട്ട്? എന്തിനെ പറ്റിയിട്ടാണ് ഈ പോയം? ട്രെയിനിലൊരു യാത്ര ചെയ്യുന്നതിനെ പറ്റിയിട്ടാണല്ലേ. സോ ദ പോയം ഡിസ്ക്രൈബ്സ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് എക്സ്പീരിയൻസ് വൈൽ ട്രാവലിംഗ് ക്വിക്ലി ഓൺ എ ട്രെയിൻ. ഒരു ട്രെയിനിൽ പെട്ടെന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്, ആ ഒരു സൗണ്ട്സും കാഴ്ചകളും ഒക്കെയാണ്, സൈറ്റ്സും ഒക്കെയാണ് എന്ത് ആ ഒരു പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത്രയൊന്നും എഴുതണ്ട. ഇറ്റ് ഈസ് ദ പോയം ഈസ് അബൌട്ട് ദ മൂവിങ് ട്രെയിൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. റെഡി? ആൻഡ് വിച്ച് ലൈൻ ഷോസ് ദ ഹൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ? ഏതാണ് ഹൈ സ്പീഡ് ആണ് കാണിക്കുന്നത്? ഫാസ്റ്റർ ദാൻ ഫെറീസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഫെറീസിനെക്കാളും ഫാസ്റ്റർ ആണ്, വിച്ചേഴ്സിനെക്കാളും ഫാസ്റ്റർ ആണ്. സോ ദീസ് ലൈൻ ഷോസ് ദ ഹൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. റെഡി? ഇനി അടുത്തത് പിക്ക് ഔട്ട് എനി 2 pair ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ലൈൻസ് ഗിവൺ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 2 പേരാണ്, 2 പേരാണ്. ഒരു പേർ എന്ന് പറഞ്ഞാൽ എന്താ, 2 എഴുതുന്നതാണ് ഒരു പേര്.
അടുത്ത 2 എഴുതുന്നതാണ് അടുത്ത പേര്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2 പേർ എഴുതണം. ഈ ഒരു എത്ര പേര് കിട്ടും? 2 അല്ല, ഇതൊരു പേര്, ഇതൊരു പേര്, ഇതൊരു പേര്, ഇതൊരു പേര്, ഇത്രയും കിട്ടൂലേ? നമുക്ക് വേണമെങ്കിൽ 4 പേര് വരെ എഴുതി കൊടുക്കാം. അറിയുന്നൊക്കെ എഴുതാട്ടോ. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വിച്ചസ്, ടിച്ചസ്, പ്ലെയിൻ ആൻഡ് റെയിൻ എന്നുള്ളത്. ഓക്കെ, ആൻഡ് അതുപോലെ അടുത്തതാണ് ഫൈൻഡ് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ഗിവൺ ലൈൻസ് അല്ലേ? ഈ ലൈൻസിൽ നിന്ന് സിമിലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആ ഒരു സ്റ്റാൻസിൽ സിമിലി ചെയ്താ ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ അല്ലേ? ഇത് സിമിലിയാണ് ബിക്കോസ് ഇറ്റ് കമ്പയർസ് ദ മൂവ്മെന്റ് ഓഫ് ദ ട്രെയിൻ ടു സോൾജേഴ്സ് ചാർജിങ് ഇൻ എ ബാറ്റിൽ യൂസിങ് ദ വേർഡ് ലൈക്ക്. ഇത്രയൊന്നും എഴുതണ്ട, ആ ഒരു ലൈൻ തന്നെ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. വേണമെങ്കിൽ ഇതാ ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ എന്താണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണോ ട്രെയിൻ മൂവ് ചെയ്യുന്നത് അതിനെ എങ്ങനെയാണോ നമ്മുടെ സോൾജേഴ്സ് ബാറ്റിൽ ഫീൽഡിൽ മാർച്ച് ചെയ്യുന്നത് അതുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. റെഡി? അറിയാലോ, അതും എഴുതി വെക്കാം. റെഡി? ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പൊ ഇതുപോലെ ഈ ഒരു സ്റ്റാൻസയിൽ നിന്ന് തന്നെ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സെക്കൻഡ് സ്റ്റാൻസയിൽ നിന്നും ചോദിക്കാറുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിലെ ക്വസ്റ്റ്യൻസ് ആണ്, ഹൗ ഡസ് ദ സ്പീക്കർ ഡിസ്ക്രൈബ് ദ ട്രാമ്പ് ആൻഡ് ദ ചൈൽഡ്? എങ്ങനെയാണ് ഒരു ട്രാമ്പിനെയും ആ ഒരു പോയത്തിൽ ട്രാമ്പിനെയും ചൈൽഡിനെയും സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ദ ചൈൽഡ് ഈസ് ക്ലൈംബിംഗ് ആൻഡ് പിക്കിംഗ് ബെറീസ് അല്ലേ? കുട്ടി ക്ലൈംബ് ചെയ്യും അല്ലെങ്കിൽ ബെറീസ് പിക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദി ട്രാമ്പ് ഈസ് സ്റ്റാൻഡിങ് ആൻഡ് ലുക്കിംഗ് അറൗണ്ട്. ട്രാമ്പ് എന്ത് ചെയ്യാണ്? വെറുതെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഡി? ആൻഡ് ആ ഒരു പോയത്തിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ചൈൽഡ് ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ് ആൻഡ് ഓൾ ബൈ ഹിംസെൽഫ് ഗ്യാദറിംഗ് ബ്രാമ്പിൾസ്. ക്ലാംബർ ചെയ്യാണ് ആൻഡ് സ്ക്രാമ്പിൾ ചെയ്യാണ് ആൻഡ് ഹി വാസ് കളക്ടിങ് ബ്രാമ്പിൾസ് അല്ലെ? ബ്രാമ്പിൾസ് കളക്ട് ചെയ്യാണ്. അതൊരു ടൈപ്പ് ഓഫ് ബെറി ആണ് കേട്ടോ. ആൻഡ് ട്രാമ്പ് എന്ത് ചെയ്യാണ്? സ്റ്റാൻഡ്സ് ആൻഡ് ഗെയ്സസ്. നോക്കി ഇങ്ങനെ ഗെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര എഴുതാം. ആ ലൈൻസ് തന്നെ, സെയിം ലൈൻസ് തന്നെ വേർഡാക്കി എഴുതിയാലും അല്ലെങ്കിൽ സെന്റൻസിലാക്കി എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. വിച്ച് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് ദ കാർട്ട്? കാർട്ടിന്റെ മൂവ്മെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഹിയർ ഈസ് എ കാർട്ട് റൺ അവേ ഇൻ ദ റോഡ് ലംപിങ് അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ് അല്ലേ? ആ ഒരു കാർട്ട് എന്ത് ചെയ്യാണ്? ആ ഒരു മാനിനെയും ആ ഒരു ലോഡും വെച്ചിട്ട് ഇങ്ങനെ ഒരു റൺ അവേ ആണ്, ഒരു കൺട്രോൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. സോ ആ ലൈൻസ് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. ലംപിങ് അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ് ഇൻഡിക്കേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് ദ കാർട്ട്. അപ്പൊ നമുക്ക് ഇന്നും കൂടി എഴുതാം, ഫസ്റ്റ് ലൈനും കൂടി എഴുതാം കേട്ടോ. ഹിയർ ഈസ് എ കാർട്ട് റൺ അവേ ഇൻ ദ റോഡ് ലംപിങ് അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ്. Here is a cart run away in the road. അതുകൂടി എഴുതാം കേട്ടോ. ആ ഒരു ലൈൻസും കൂടി വേണം. അതാണ് ആ റൺ അവേ ആ ഒരു മൂവ്മെന്റ് കാണിക്കുന്നത്, അൺകൺട്രോൾ ആയിട്ട് പോകുന്നത് കാണിക്കുന്നത് ഈ ലൈൻസ് ആണ്. സോ ഇൻഡിക്കേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് ദ കാർട്ട്. റെഡി? ഇനി അടുത്തത് എന്താണ്? വൈ ഡു ദ സൈറ്റ്സ് അപ്പിയർ ആസ് എ ഗ്ലിംസ് ടു ദ സ്പീക്കർ? എന്തുകൊണ്ടാണ് ഈ കാഴ്ചകളൊക്കെ ഒരു ഗ്ലിംസ് ആയിട്ട്? ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഷോർട്ട് ലുക്ക് ആയിട്ട് അല്ലെ? ക്ഷണ നേരത്തേക്ക് കാണുന്നതിനെയാണ് നമ്മൾ ഗ്ലിംസ് എന്ന് പറയാ. അങ്ങനെ ഒരു ഷോർട്ട് ലുക്ക് ആയിട്ട് എന്തുകൊണ്ടാണ് കവിക്ക് തോന്നുന്നത്? The sights appear as a glimpse because the train is moving very quickly. ട്രെയിൻ വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടല്ലേ ആ സൈഡ്സ് ഒക്കെ എന്തായിട്ട് തോന്നുന്നത്? ആ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് വളരെ ഗ്ലിംസ് ആയിട്ട് തോന്നുന്നത്. അപ്പം അത് നമുക്ക് എഴുതി വെക്കാം. ഇനി അടുത്തത് വീണ്ടും ചോദിച്ചിട്ടുണ്ട് റൈമിംഗ് വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ക്രാമ്പിൾസ്, ബ്രാമ്പിൾസ് റൈമിംഗ് വേർഡ്സ് ആണ്. ഗെയ്സസ്, ഡേയ്സിസ് റൈമിംഗ് വേർഡ്സ് ആണ്. റോഡ്, ലോഡ് റൈമിംഗ് വേർഡ്സ് ആണ്. റിവർ, ഫോർ എവർ റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പം എന്ത് ചെയ്യുക? ഇതും നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? ഈ ഒരു പോയറ്റിക് ഡിവൈസുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ ഒരു പോയത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റെഡി? അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ബൈ.